ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 37 10 തിരുവചനം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ച് കേട്ട തിരുവചനം ഉൾക്കൊള്ളുന്ന യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായത്തിൽ ഒരു വലിയ ഉണർവ് നാം കാണുകയാണ്. അഥവാ ഒരു വലിയ ഉത്ഥാനം, ഒരു ഉയർപ്പ് നാം കാണുകയാണ്. ഈ അന്ത്യകാലത്ത് ആത്മീയ ഗോളത്തിൽ ഒരു ഉണർവുണ്ടാകുമോ എന്ന് അനേകം ദൈവദാസന്മാർ, ദൈവമക്കൾ ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്തയ്ക്ക് ഒരു ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഇവിടെ പ്രവാചകൻ ഒരു അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുകയാണ്. ദൈവമാണ് ഈ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ദൈവം പറഞ്ഞനുസരിച്ച് ഈ പ്രവാചകൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആ ശ്മശാന ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടക്കുകയാണ്. നടന്നും തിരിഞ്ഞും നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഉണങ്ങിയ, ഏറ്റവും ഉണങ്ങി വരണ്ട അസ്ഥികൾ മാത്രം. ഈ അസ്ഥികളെ നോക്കിക്കൊണ്ട് വളരെ വ്യാകുലപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവം പ്രവാചകനോടൊരു ചോദ്യം ചോദിക്കുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് പ്രവാചകൻ്റെ മറുപടി, ഞാൻ അറിയുന്നില്ല ദൈവമേ, അത് നീ മാത്രം അറിയുന്ന കാര്യമാണ്. അതിന് ശേഷം ദൈവം പ്രവാചകനോട് പറയുന്നു, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിക്കുക. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് അരുളി ചെയ്യുക. ദൈവം പറഞ്ഞ അനുസരിച്ച് പ്രവാചകൻ ആ ഉണങ്ങിയ വരണ്ട അസ്ഥികളോട് ദൈവത്തിൻ്റെ ആദേശാനുസരണം പ്രവചിക്കുമ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. ആ ഭൂകമ്പത്തിൻ്റെ അനന്തരഫലമായി അസ്ഥികളോട് ചേരുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച് മാറ്റപ്പെട്ട് അടക്കപ്പെട്ട ശരീരങ്ങളുടെ അസ്ഥികൾ ചിന്നിച്ചിതറിയ വേർപെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞനുസരിച്ച് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അവിടെ ആ വേർപെട്ട അസ്ഥികളെല്ലാം ഒന്നിക്കുകയാണ്. ഒരു ഐക്യത ഉണ്ടാവുകയാണ്. പിന്നെയും ദൈവം പറഞ്ഞനുസരിച്ച് പ്രവാചകൻ അസ്ഥികളോട് സംസാരിക്കുമ്പോൾ അസ്ഥി, ഞരമ്പും മാംസവും എല്ലാം വന്നു ചേരുന്ന അനുഭവം. ഒടുവിലായി പ്രവാചകൻ കാറ്റിനോട് ദൈവം പറഞ്ഞനുസരിച്ച് പ്രസ്താവിക്കുമ്പോൾ, യഹോവയുടെ വചനം പ്രസ്താവിക്കുമ്പോൾ ആ നിഹതന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ശ്വാസം വന്ന്
നിറയുകയാണ്. അവർ ജീവിച്ചെഴുന്നേൽക്കുകയാണ് ഒരു വലിയ സൈന്യമായി. ഒരു വലിയ ഉണർവിന് ഇതുകൂടാതെ മറ്റെന്ത് തെളിവാണ് ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രവാചകൻ പ്രഘോഷിക്കുമ്പോൾ ഉണങ്ങി വരണ്ട അസ്ഥികളുടെ താഴ്വര ഒരു പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയിലേക്ക് വഴിമാറുന്നു. നമ്മുടെ ജീവിതം ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണെങ്കിൽ ആത്മീയ തലങ്ങൾ, നമ്മുടെ ദേഹം, ആത്മാവിലുള്ള ആ ഉണങ്ങി വരേണ്ട അവസ്ഥകൾ മാറുവാൻ ദൈവവചനം ധാരാളം മതിയാവും. ആമേൻ. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I'll worship Your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before. Oh my soul, I worship Your holy name. And on that day when my strength is failing, the end draws near and my time has come. Still my soul will sing Your praise unending. 10,000 years